ബെവ്കോ ജീവനക്കാർക്ക് ഏകദിന പരിശീലനമൊരുക്കി കേരള പോലീസ്. സംസ്ഥാന ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങാനെത്തുന്നവർ മാന്യമായി പെരുമാറണം, അല്ലെങ്കിൽ വിവരമറിയും. ക്യാമറാമാൻ അക്ഷയ് ഹരിഹറിനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ വാർത്ത കാണാം. ബെവ്കോയിലെ 1600ഓളം വനിതാ ജീവനക്കാർക്കാണ് കേരള പോലീസിലെ വനിതാ സ്വയം പ്രതിരോധ സേന ഉദ്യോഗസ്ഥർ ഡ്രൈഡേയായ ഡിസംബർ 1 പരിശീലനം നൽകുന്നത്. ഔട്ട്ലെറ്റുകളിലെ വനിതാ ജീവനക്കാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തടയുക എന്ന ലക്ഷ്യമിട്ടാണ് പരിശീലനം. ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനത്തിലൂടെ പ്രാഥമിക സ്വയം പ്രതിരോധ മാർഗങ്ങളാണ് പരിശീലിപ്പിക്കുക. 14 ജില്ലയിലെയും ബിവറേജസ് ഷോപ്പുകൾ, വെയർഹൌസുകൾ എന്നിവിടങ്ങളിലെ വനിതാ ജീവനക്കാരികളാണ് ബെവ്കോയിലൂടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടത്. ഓരോ ജില്ലകളിൽ നിന്നും 145 വനിതാ ജീവനക്കാരികൾ ക്ലാസിൽ പങ്കെടുക്കും. ബെവ്കോ ആസ്ഥാനത്തെ വനിതകൾക്കായി ഡിസംബർ 18 പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 1 ക്ലാസിൽ പങ്കെടുക്കുന്നവർക്ക് 2 മാസത്തിനുള്ളിൽ കോമ്പൻസേറ്ററി ഓഫ് എടുക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ഗർഭിണികൾ, ശാരീരിക അവശത അനുഭവിക്കുന്ന ജീവനക്കാർ എന്നിവർ പരിശീലനം കണ്ട് മനസ്സിലാക്കിയാൽ മതിയാവും. അസിസ്റ്റന്റ് SP-മാർക്കാണ് ഏകോപനത്തിന്റെ ചുമതല. DI ആണ് പദ്ധതിയുടെ നോഡൽ ഓഫീസർ. പരിശീലനം സൗജന്യമായിരിക്കും. ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള 4 വനിതാ പോലീസുകാരെ എല്ലാ ജില്ലകളിലും പരിശീലനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ജനമൈത്രി പോലീസിന് കീഴിൽ 2015 മുതലാണ് വനിതാ സ്വയം പ്രതിരോധ സേന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നത്. ഇപ്പോൾ അടവും തടവും പഠിക്കാൻ ബെവ്കോയിലെ വനിതാ ജീവനക്കാരാണ് ഒരുങ്ങി നിൽക്കുന്നത്. തീരുമാനം ബെവ്കോ മാനേജിംഗ് ഡയറക്ടർ ഹർഷിത അട്ടലൂരിയുടേതാണ്. UTV ന്യൂസ്, പാലക്കാട്.